പറഞ്ഞാൽ വീട്ടിലിരുന്നോണ്ട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സൈറ്റിനകത്ത് എന്താണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ സൈറ്റിൽ കയറി നിങ്ങൾ വർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ജോബ് ആണ്. ഇതിൽ നിങ്ങൾക്ക് നല്ല ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ TGM പാനൽ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കിത് ഗൂഗിളിൽ ചെന്നിട്ട് TGM പാനൽ എന്ന് ടൈപ്പ് ചെയ്യുമെങ്കിൽ ആദ്യം കാണുന്ന സൈറ്റ് ആയിരിക്കും. അങ്ങനെ എന്താണ് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ വർക്ക് എന്താണ് കാണാൻ പറ്റും, എന്താണ് നമ്മളവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന്. വേറൊന്നുമല്ല, ഏൺ മണി ഓൺ സർവേ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഷെയർ ഒപ്പീനിയൻസ് ആൻഡ് ഏൺ മണി. നമ്മൾ എന്താണ് ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ നമുക്ക് എന്താണ് കട്ടിപ്പണികളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, സർവേ അറ്റൻഡ് ചെയ്യുക. അപ്പം വൈ ഷുഡ് യു ചൂസ് TGM ആസ് യുവർ പ്ലാറ്റ്ഫോം. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടി ചൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം. ഈ TGM എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് തരുന്നതെന്ന് നോക്കാം. യുവർ എഫർട്ട് ഈസ് കോമ്പൻസേറ്റഡ്. നമ്മളുടെ എഫർട്ട്, നമ്മൾ എത്രമാത്രം എഫർട്ട് ചെയ്യുന്നോ അവരത് എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും, പൈസ തന്നിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. അവർ പറഞ്ഞാൽ യു ക്യാൻ ഏൺ ഈവൻ അപ് ടു $2.50 ഫോർ ഫില്ലിങ് ഇൻ എ സിംഗിൾ ഇൻ്റർനെറ്റ് സർവേ. ഒരു സിംഗിളായിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് സർവേ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് $2.50 വെച്ച് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ യുവർ ഡേറ്റ ഈസ് സേഫ്. നമ്മുടെ ഡേറ്റാസ് സേഫ് ആയിരിക്കും. ഇറ്റ് ഈസ് ഫ്രീ ടു ജോയിൻ ചെയ്യാനായിട്ട് എന്താണ് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നത് പേപ്പാൽ, പിന്നെന്താണ് ഗിഫ്റ്റ് കാർഡ്. ഈ രണ്ട് ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിവാർഡ്സ് നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഷെയർ യുവർ ഒപ്പീനിയൻ, നമുക്ക് നമ്മുടെ ഷെയറുകൾ ഒപ്പീനിയൻ ചെയ്തെടുക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് എന്താണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ആർക്ക് വേണേലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സൈനപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പെയ്ഡ് സർവേ അറ്റ് ഹോം ആർ നോട്ട് ഹാർഡ് ടു ടേക്ക്. ദേ വെയർ ക്യാരക്ടറൈസ്ഡ് ബൈ സിമ്പിൾസ് ആൻഡ് ഈസി ടു ഗിവിങ് ആൻസർ. ടേക്ക് ദം എന്താണ് യൂഷ്വലി ഡസ് നോട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് എപ്പോൾ വേണേലും ഏത് സമയത്തും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതിനകത്ത് വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണ് വായിക്കാൻ അറിയാവുന്ന ആർക്കും ഇതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും അവർ ചോദിക്കുക. ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു സ്മാർട്ട് ഫോണോ ആൻഡ്രോയിഡ് ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസിലി ആയിട്ട് ഈ ഒരു സൈറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ഈ രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. നമുക്കിവിടുത്തെ ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ഒരു എന്താണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിലെത്തും. അവിടെ നിന്ന് നമുക്ക് സർവേസ് അറ്റൻഡ് ചെയ്യാം. ഓരോ സർവേയിലും അവർ പറയും ഇത്ര രൂപ ആണെന്നുള്ളത്. അത് ഓരോ സർവേ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്ന ക്യാഷ് അപ്പം തന്നെ നമ്മുടെ എന്താണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പം നമുക്കൊരു എന്താണ് മിനിമം എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അവർ പറയുന്നത് $10 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു സർവേക്ക് അവർ 2.5 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സർവേ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു സർവേക്ക് അവർ 2.50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 സർവേ എന്താണ് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് $10 എളുപ്പത്തിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ
സർവേ ഫെയിലാവുമോ എന്ന് ഓർത്ത് പേടിക്കേണ്ട. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളൊരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യണം. കൊടുക്കുന്ന ആൻസർ തിരിച്ച് മറിച്ച് അവർ ചോദിച്ചാലും സെയിം ആയിട്ടുള്ള നമ്മൾ ആദ്യം കൊടുത്ത ആൻസർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മാസവരുമാനം, പിന്നെ വർക്ക്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണോ ആദ്യമേ കൊടുക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, ചേഞ്ചസ് ഒന്നും വരുത്തരുത്. പിന്നെ ഉള്ളൊരു കാര്യം, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മെസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരിക്കലും നോ എന്ന ഓപ്ഷൻ കൊടുക്കരുത്. ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് ചിലപ്പം ജോലി കാണത്തില്ല, പക്ഷെ നമ്മൾ ജോലി ഉണ്ടെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാറുണ്ടോ ജീപ്പുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അത് കാണത്തില്ല, പക്ഷെ നമ്മളത് ഉണ്ടെന്ന് സെലക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈഡ് ആയും. കാരണം അത് സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ പിന്നെ ചോദിക്കാതിരിക്കുന്നത്. നമുക്ക് കാർ ഇല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും നാച്ചുറലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഇതാണേലും നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും എന്ത് ചെയ്യുക, എസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് സർവേ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. ഈ ഒരു സൈറ്റിൽ 100% ക്യാഷ് വിഡ്രോവൽ ചെയ്ത് കിട്ടുന്നതാണ്. ഒരുപാട് പേര് ഈ സൈറ്റിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യുന്നിട്ടുണ്ട്. ഒത്തിരി പേര് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.